आज केरला के कई हिस्सों में पानी का संकट पैदा हो चुका है। लोगों को पीने का पानी नहीं मिल रहा है। इस पाप के लिए कौन जिम्मेवार? इसका क्रेडिट किसको जाता है? आज केरला की कॉयर इंडस्ट्री बंद होने की कगार पर है। कॉयर इंडस्ट्री के वर्कर्स के आगे जीवन यापन का संकट है। इस पाप के लिए कौन जिम्मेवार? इसका क्रेडिट कौन लेगा? കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കേരളത്തിലെ പലയിടത്തെയും ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ വലയുകയാണ്. ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്? ഇന്ന് കേരളത്തിന്റെ കയർ വ്യവസായം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കയർ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി നരകിക്കുകയാണ്. ഈ പാപത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? साथियों, आज देश में कांग्रेस और लेफ्ट में कोई अंतर नहीं बचा है। लेफ्ट और कांग्रेस दोनों का सिर्फ नाम ही बचा है। दोनों को देश ने रिजेक्ट कर दिया है। कांग्रेस लेफ्ट दोनों विकास विरोधी है। कांग्रेस लेफ्ट दोनों ही भ्रष्टाचार में एक दूसरे का मुकाबला करते हैं। कांग्रेस लेफ्ट का ट्रैक रिकॉर्ड विकास के लिए जरूरी इंडस्ट्री को तबाह करने का है। दोनों की जहां सरकार रह जाती है उस राज्य को बर्बाद कर देते हैं। केरला की जनता आज इसी पीड़ा से गुजर रही है। आज केरला की चर्चा राजनैतिक हिंसा और महिलाओं के खिलाफ बढ़ते अपराधों के लिए होने लगी है। പ്രിയപ്പെട്ടവരെ, ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന സ്ഥിതിയാണ്. ഇന്ന് രണ്ടുപേർക്കും അവരവരുടെ പേരുകൾ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. രണ്ടുപേരെയും രാജ്യം തിരസ്കരിച്ചതാണ്. കോൺഗ്രസുകളും കമ്മ്യൂണിസ്റ്റുകളും വികസന വിരോധികളാണ്. രണ്ടുപേരും അരാജകത്വവാദികളാണ്. ഇന്ന് ഈ രണ്ട് മുന്നണികളും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. വികസനത്തിന് അത്യന്താപേക്ഷിതമായ വ്യവസായങ്ങളെ തകർത്തെറിഞ്ഞ ചരിത്രമാണ് രണ്ടു കൂട്ടർക്കുമുള്ളത്. ഇവർ രണ്ടുപേരും എവിടെയൊക്കെ ഭരണത്തിൽ ഇരുന്നിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞവരാണ്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും സമാനമായ അവസ്ഥയിലൂടെ അതേ വേദനയിലൂടെ കടന്നുപോവുകയാണ്. ഇന്ന് കേരളത്തെ പറ്റിയുള്ള ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകത്തെപ്പറ്റിയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെപ്പറ്റിയുമാണ്.